ഹലോ, നമസ്കാരമുണ്ട്. ഒരു ജാപ്പനീസ് കവിത, അതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ നോക്കിയതാണ്. യമാബെ നോ അക്കഹിത്തോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാപ്പനീസ് കവി. അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസിയേഷൻ എന്നാണ് തോന്നുന്നത്. നമുക്ക് ജാപ്പനീസ് അറിയാത്തതുകൊണ്ട് പ്രൊനൗൺസിയേഷനിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പോൾ യമാബെ 8-ാം നൂറ്റാണ്ടിൽ ജപ്പാനിൽ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്, ഒരു കവിയാണ്. അപ്പോൾ നാര പീരിയഡ് എന്നാണ് അത്ര ആ സമയത്തിന് പറയുന്നത് ജപ്പാനിലെ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു WAK, വാക്ക എന്ന് പറയുന്നത് ജപ്പനീസ് ഭാഷയിൽ കവിതയ്ക്ക് ഉപയോഗിച്ചിരുന്നൊരു ജനറലായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കും കൂടിയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ടാങ്ക എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ജാപ്പനീസ് ടൈപ്പ് ഓഫ്. അപ്പോൾ ജാപ്പനീസിൽ പലതരം ഹൈക്കു നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഹൈക്കു, ടാങ്ക, ചോക്ക, വാക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല രീതിയിലുള്ള ജാപ്പനീസ് കവിതകളുണ്ട്. എഴുതുന്ന രീതി, ഒരു 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 മീറ്ററും ഒരു 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 രീതി ഉണ്ട് അത് എഴുതുന്നത്. അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ തന്നെ ശരിയാവും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ജപ്പാനീസ് ഭാഷ അറിയാത്തതുകൊണ്ട് അതിൻ്റെ ആ ഫോമിൻ്റെ ജാപ്പനീസ് അറിയുന്ന ആൾക്കാർ വായിക്കുന്ന ആ ഒരു സുഖം നമുക്ക് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം പലപ്പോഴും ചില കവിതകൾ ആ ഭാഷയിൽ നിലനിൽക്കേണ്ടതാണ്. അതിനെ നമ്മൾ തർജ്ജമ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫോമൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മളുടെ പരിഭാഷകളുടെ പരിമിതികളും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഹെവൻ ആൻഡ് എർത്ത്, സ്വർഗവും ഭൂമിയും എന്നുള്ളൊരു കവിതയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മലയാളം ഞാൻ പരിഭാഷപ്പെടുത്താൻ ശ്രമിച്ചത് സ്വതന്ത്ര പരിഭാഷയാണ്. പലതവണ മാറ്റി എഴുതുമ്പോൾ ഒറിജിനൽ കവിതയുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അതാദ്യം മലയാളത്തിൽ വായിക്കാം, ആൻഡ് ദെൻ ഐ വിൽ റീഡ് ദ ഇംഗ്ലീഷ് ഓൾസോ. ജാപ്പനീസിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഐ ഹാവ് നോ വേ ഓഫ് നോയിങ് ദാറ്റ്. സ്വർഗവും ഭൂമിയും തമ്മിൽ പിരിഞ്ഞ കാലം തൊട്ട് ദേവാംശം അതിൻ്റെ പരമോന്നതയിൽ ആദ്യമായി നമ്മളെ എല്ലാം വിസ്മയിപ്പിച്ച് പ്രകടമായപ്പോൾ, ദൈവാംശം അതിൻ്റെ പരമോന്നതയിൽ ആദ്യമായി നമ്മളെ എല്ലാം വിസ്മയിപ്പിച്ച് പ്രകടമായപ്പോൾ, സുറുകയിൽ തലയുയർത്തി നിൽക്കുന്ന മൗണ്ട് ഫ്യൂജിയുടെ കൊടുമുടി. സുറുക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മൗണ്ട് ഫ്യൂജി, സുറുക ബേൻ്റെ അടുത്താണ് ഈ മൗണ്ട് ഫ്യൂജി ഉള്ളത്. സുറുകയിൽ തല ഉയർത്തി നിൽക്കുന്ന മൗണ്ട് ഫ്യൂജിയുടെ കൊടുമുടി, സ്വർഗത്തിൻ്റെ തന്നെ മൈതാനം. ദൂരെ ആകാശത്ത് സഞ്ചരിക്കുന്ന സൂര്യനെ അവിടെ നിന്നും നോക്കി നിൽക്കുമ്പോൾ വെളിച്ചം പോലും കാണാതെ പോകുന്നു. ചന്ദ്രൻ്റെ തിളക്കവും വെളിച്ചവും ഒക്കെ കാണാതെ പോകുന്നു. നിർത്താതെ മഞ്ഞ് പെയ്യുമ്പോൾ നമ്മളെ തഴുകി നീങ്ങുന്ന ആ വെള്ളമേഘങ്ങളും ചുരുങ്ങി ഇല്ലാതാവുന്നു. നിർത്താതെ മഞ്ഞ് പെയ്യുമ്പോൾ നമ്മളെ തഴുകി നീങ്ങുന്ന ആ വെള്ളമേഘങ്ങളും ചുരുങ്ങി ഇല്ലാതാവുന്നു. ഒരു വായിൽ നിന്നും മറുവായിലേക്ക് ഓരോ വാക്കും നീങ്ങുന്നു. ഒരു വായിൽ നിന്ന് മറുവായിലേക്ക് ഓരോ വാക്കും നീങ്ങുന്നു. മൗണ്ട് ഫ്യൂജിയുടെ കൊടുമുടിയെക്കുറിച്ച് സംസാരിച്ചും സഞ്ചരിച്ചും അങ്ങനെ. മൗണ്ട് ഫ്യൂജിയുടെ കൊടുമുടിയെക്കുറിച്ച് സംസാരിച്ചും സഞ്ചരിച്ചും അങ്ങനെ. അതാണ് യമാബെ നോ അക്കഹിത്തോൻ്റെ വാക്ക ഞാൻ ചെയ്ത അക്രമം മലയാളത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വേറൊരാൾ ഇംഗ്ലീഷിലേക്ക് ആക്കാൻ ശ്രമിച്ചത് അത് ഞാൻ വായിക്കാം. Heaven and earth, since the time they parted, of manifest divinity, reaching the heights of awe. In Suraga stands the high peak of Fuji, the field of heaven, on gazing at the distant side, the coursing sun. Light is blocked, and the shining moon, light goes unseen. The white clouds too shrink from the passing by as ceaselessly snow falls. From mouth to mouth will pass the word, traveling and speaking of the peak of Fuji. മൗണ്ട് ഫ്യൂജിയുടെ ആ ഒരു ദൈവീകമായിട്ടുള്ള ആ മാഗ്നിഫിസൻറ്റ് ലുക്കിനെക്കുറിച്ചും ആ കൊടുമുടിയിൽ നിൽക്കുന്നതിനെക്കുറിച്ചും അവിടെ നിന്ന് കാണുന്ന കാഴ്ചകളെക്കുറിച്ചും ഒക്കെയാണ്. കാരണം ആ വെളിച്ചം കാണാതെ പോകുന്നു, സഞ്ചരിക്കുന്ന സൂര്യനെ നോക്കുമ്പോൾ വെളിച്ചം കാണാതെ പോകുന്നത്, ഞാനത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് പറഞ്ഞാൽ, കൊടുമുടി എന്ന് പറഞ്ഞാൽ അത്രയും വലുതാണ്, അതിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ സൂര്യനെ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ ദ ഹൈറ്റ്
ഓഫ് സംതിങ് ഫ്രം വെയർ യു സ്റ്റാൻഡ് ആൻഡ് ലുക്ക് അറ്റ് സംതിങ്. ആൻഡ് സൂര്യൻ, പ്രകാശം എന്ന് പറയുന്നത് സൂര്യൻ എന്ന് പറയുന്നത്, സൂര്യൻ സഞ്ചരിക്കുന്നത് കാണുന്നുണ്ട്, പക്ഷേ ഹൈറ്റ് അത്ര ആയതുകൊണ്ട് പ്രകാശം പോലും കാണുന്നില്ല ഉള്ള ചില രീതിയിലാണ് ആ കവിതയുടെ സംഭവങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടത്. അടുത്തൊരു കവിതയായിട്ട് ഇനിയും വരാം. ഇത് ജാപ്പനീസ് കവിത പരിഭാഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് തോന്നുന്നത് ജാപ്പനീസ് ഭാഷ ഒന്ന് പഠിക്കണം എന്നുള്ളത്. അത് ജാപ്പനീസ് പുസ്തകം വായിക്കുന്ന സമയത്തും, അതായത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള നോവലുകളൊക്കെ വായിക്കുന്ന സമയത്ത് എന്തോ എനിക്ക് അറിഞ്ഞൂടെ, ജാപ്പനീസ് നോവലുകൾ വായിക്കുമ്പോൾ, ജാപ്പനീസ് കഥകൾ കേൾക്കുമ്പോൾ, ജാപ്പനീസ് കവിതകൾ തർജ്ജമ ചെയ്തത് വായിക്കുമ്പോഴൊക്കെ എന്തോ നമ്മളെ സംസ്കാരവും നമ്മളുടെ ചിന്തകളുമൊക്കെ ആയിട്ട് വലിയൊരു സാമ്യത പലപ്പോഴും തോന്നുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം. ഞാൻ ആരൊരാളോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഈ അമേരിക്കൻ നോവലിസ്റ്റിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് ചിലപ്പം ഡിസ്കണക്റ്റഡ് ആയി പോകാറുണ്ട് ആസ് എ മലയാളി സംടൈംസ്. പക്ഷേ ജാപ്പനീസ് നോവൽസ്, പ്രത്യേകിച്ച് മുരക്കാമീൻ്റെ നോവൽസൊക്കെ വായിക്കുന്ന സമയത്ത് എന്തോ ആ മനുഷ്യബന്ധങ്ങളെ പറ്റി പറയുന്നത്, അതിൻ്റെ സങ്കീർണത എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്കൊക്കെ കുറച്ചും കൂടെ മനസ്സിലാവുന്ന രീതിയിലാണെന്ന് തോന്നാറുണ്ട്. ആരൊന്നോ എനിക്ക് മാത്രം തോന്നുന്നതായിരിക്കാം അത്. എനിവേ, അടുത്ത എന്തെങ്കിലും ഒരു പരിഭാഷയോ കവിതയൊക്കെ ആയിട്ട് ഇനിയും വരാം. എന്നാൽ അവനെങ്ങനെയാക്കാം.